ഞാൻ പള്ളിയെ അല്ല വിശ്വസിച്ചത് ഒരു പക്ഷേ ദൈവത്തെ പോലും അല്ല. അപ്പോൾ ക്രിസ്തു എന്ത് പറഞ്ഞു അതിനെയാണ് ഞാൻ വിശ്വസിച്ചത്. ഒരു ക്രിസ്തു മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ടി വന്നു. നമ്മളാരും ഇച്ഛാപൂർവ്വം അതിലേക്ക് ചെല്ലുന്നതല്ലല്ലോ. ബൈ ബർത്താണ് നമുക്കതൊക്കെ കിട്ടണത്. പക്ഷെ അതിനകത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളെ തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അത് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് എന്നോടുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്. തള്ളിക്കളയേണ്ടി വന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു കറക്റ്റീവ് ഫോഴ്സ് പോലെ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ പോലെയുള്ള നോവലൊക്കെ എഴുതുമ്പോൾ അതാണ് ഞാൻ അന്വേഷിച്ചത്. ഇത് ഒന്നിനെയും കംപ്ലീറ്റ് തള്ളിക്കളയാതെ എങ്ങനെ ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് അതിനകത്ത് നിൽക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. തള്ളിക്കളഞ്ഞ് പുറത്തു പോലും വളരെ എളുപ്പമാണ്. പുറത്തു നിന്നിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്താനും എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.